എന്ന നുണപ്രയോഗം ഈ രാഷ്ട്രീയത്തിൽ നുണപ്രയോഗം എന്ന് തന്നെ വളരെ മോശമായ പ്രയോഗമെന്നൊരു അഭിപ്രായം എനിക്കുണ്ട് കേട്ടോ. കാരണം അവരവരുടെ ഒരു ന്യായം പറയുന്നു, അത് രാഷ്ട്രീയത്തിൽ ചില തന്ത്രങ്ങളാണ്. പച്ച നുണ പറയുന്നു എന്നൊക്കെ പറയുമ്പോൾ നുണയൻ എന്ന് വിളിക്കുമ്പോൾ അത് രാഷ്ട്രീയ മര്യാദകളാണ്. നമ്മളിവിടെ മുമ്പ് കെ ശൈലജയെ ബന്ധപ്പെട്ട കെ ശൈലജയെ കോവിഡ് റാണി എന്നൊക്കെ പറഞ്ഞാൽ അത് രൂക്ഷമായി പ്രതികരിച്ചില്ല. മോശം പ്രയോഗം വ്യക്തിഹത്യ എന്നുള്ളതല്ല, വിദേശത്തേക്ക് പോകുന്നതുകൊണ്ടാണ്. ഒന്നുകിൽ അദ്ദേഹത്തിന് അത് അറിയാനുള്ള ബുദ്ധിയില്ല, അല്ലെങ്കിൽ അത് അത്ര വായനയില്ല, വിവരമില്ലാത്തതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. അതല്ലെങ്കിൽ അത് കേരള വിരുദ്ധമായ പ്രയോഗമാണ്. ചരിത്രപരമായി തന്നെ കേരളത്തിൽ ശിശുമരണ നിരക്ക് കുറവാണ്. ഒരു കാര്യം പിൻവലിക്കേണ്ടത്, പിന്നെ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ വിവരമില്ല വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് ആർഗ്യൂ ചെയ്യാം. അതിനെക്കുറിച്ച് ആർഗ്യൂ ചെയ്യുന്നതിന് പകരം രാജീവ് ചന്ദ്രശേഖരൻ വിവരവിദ്യാഭ്യാസം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ എന്താ അടിസ്ഥാനത്തിൽ ആ പ്രയോഗം ശരി, അതിൽ പറഞ്ഞ വസ്തുതകൾ അത് ശരിയോ തെറ്റോ എന്നാ പരിശോധിക്കേണ്ടത്. അതിന് പകരം ഒന്ന് അയാൾക്ക് വിവരമില്ല എന്ന് പറയുന്നത് അത് ആ പറയാൻ പാടില്ല. അപ്പം നമ്മൾ പറഞ്ഞ സ്മൃതി പറയുന്ന ഒരു കാര്യം പറയുന്നു, അത് സ്മൃതിക്ക് അതിന് വസ്തുതകളുണ്ടാവും, അത് അതിന് ആധാരമായ വസ്തുതകളുണ്ടാവും. അതിന് പകരം ഞാൻ പറയുന്നു സ്മൃതി ഇത് പറഞ്ഞുകൊണ്ട് സ്മൃതിക്ക് വിവരമില്ല, ശക്തമായ എന്റെ പ്രതിഷേധം പ്രകടിപ്പിക്കുന്നു. ആ ഒരു അങ്ങനെ ഒരു പദപ്രയോഗമോ നമുക്ക് നടത്താൻ പാടില്ല. വ്യക്തിയല്ല, ഏത് വ്യക്തിയായാലും ഏതൊരു നേതാക്കളുടെ കൂട്ടമായാലും നുണയന്മാരുടെ കൂട്ടം എന്നൊക്കെ പറയുന്നത് വളരെ മോശമായ പ്രയോഗമാണ്. നിങ്ങൾ സത്യം അങ്ങോട്ടും ഇങ്ങോട്ട് മത്സരിക്കുന്നേ. നുണ എന്നൊരു പ്രയോഗം ആദ്യമേ എടുത്തു വെച്ചുകൊണ്ട് PR ചെയ്യുക, അതങ്ങനെ തുടരുക, അതിപ്പോൾ മുഖ്യമന്ത്രി ഏറ്റെടുക്കുക. അതാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത്. വീട് നിർമ്മാണം തുടങ്ങി എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നത് നുണയാണോ? വീട് നിർമ്മാണം തുടങ്ങി എന്നായിരിക്കാം പ്രതിപക്ഷ നേതാവ്. പ്രതിപക്ഷ നേതാവ് ഓരോ തവണ വയനാട്ടിൽ പോയി അവിടെ കല്ലിട്ടോ കല്ലിന് മുകളിൽ വന്നോ എന്ന് നോക്കുന്നില്ല. അദ്ദേഹത്തെ ധരിപ്പിച്ചതായിരിക്കും. ഞാൻ പറയുന്നു കോൺഗ്രസ് പരിശോധിക്കേണ്ടതുണ്ട്. ഞാനത് പറയുകയാണ്, കോൺഗ്രസ് പരിശോധിക്കേണ്ടതുണ്ട്. ഞാൻ പറയുന്നു നുണ എന്ന വാക്ക് ശരിയല്ലെന്ന് ഞാൻ പറയുന്നത്. ഒരു മിനിറ്റ്, ഓരോ കാലത്തും പോയി ഞാൻ പറയുന്നത് 2006 പോയി 2006 പരിപാടിയെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് പങ്കെടുത്ത പരിപാടിയെക്കുറിച്ച് നിങ്ങൾ വളരെ വേഗം അങ്ങോട്ട് ആരോപണം ഉന്നയിക്കുമ്പോൾ അത് പരിശോധിക്കേണ്ടി വരും. അതെടുക്കുന്ന സമയമുണ്ട്. അത് നുണയാന്ന് പറയേണ്ട. പിന്നീട് അദ്ദേഹം അത് വിസ്തീരിക്കുന്നുണ്ട് എന്താണ് ചെയ്തതെന്നുള്ള കാര്യം. അത് ഏത് നേതാക്കളുടെ കാര്യത്തിലും അതെ. നിങ്ങൾ അടുത്ത നിമിഷം നിങ്ങൾ 2003 കാര്യം പറയണം, 2005 കാര്യം പറയണം, അത് നിങ്ങൾ അങ്ങനെ പ്രസംഗിച്ചില്ല എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മയിൽ എടുക്കാൻ ഈ രാഷ്ട്രീയ നേതാക്കൾക്ക് സാധിച്ചില്ല. നമ്മുടെ സംരക്ഷണം നോക്കിയിരിക്കുന്നതായിരിക്കും രാഷ്ട്രീയ നേതാക്കളല്ല, പ്രധാനത്തിലാണ്. വയനാട്ടിൽ അവിടെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് വയനാട്ടിലെ DCC പ്രസിഡന്റിനെയോ സെക്രട്ടറി വിളിച്ച് ചോദിച്ചാൽ അറിയാവുന്ന നിങ്ങൾ ഇപ്പോൾ ഒരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഫോൺ വിളിച്ച് ചോദിക്കുക, അങ്ങനെയൊന്നുമല്ല പറയാം. ഒന്നാമത്തെ കാര്യം അതിനുള്ള പറയുന്ന കേൾക്കൂ, ഞാൻ പറയുന്ന പൂർത്തിയാക്കട്ടെ. അതായത് ഭൂമി വാങ്ങി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യമാണല്ലോ. ഭൂമി വാങ്ങിയിട്ട് അതുവരെ വാങ്ങിയിട്ടില്ല എന്ന പ്രശ്നമായിരുന്നു. പണ്ട് മുഴുവൻ കിട്ടിയെന്നുള്ള പ്രശ്നമായിരുന്നു. പൈസ കിട്ടി, ഭൂമി വാങ്ങി, ഭൂമിയുടെ അവിടെ എന്താണ് കെട്ടിവെച്ചിട്ടുണ്ട്, ഇത്രയാണ് ഭൂമി എന്നുള്ളത് അവിടെ കെട്ടിവെച്ചിട്ടുണ്ട്. ആ ഭൂമിയിൽ പണി തുടങ്ങുന്നുണ്ടോ ഇല്ലെന്ന് നമ്മുടെ മുന്നിൽ നടക്കാവുന്ന കാര്യമാണെന്നേ. അതൊക്കെ മറച്ചു വെക്കാൻ പറ്റില്ല. പണി തുടങ്ങിയോ കല്ലിട്ടു എന്നായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത്. എനിക്കറിയില്ല, എനിക്കതിനെ ന്യായീകരിക്കേണ്ട കാര്യമില്ല. കോൺഗ്രസിന്റെ കാര്യത്തിൽ ഇല്ലല്ല, ഞാൻ പറയുന്നുള്ളൂ. അരുൺ എന്നെ കൊണ്ട് എത്ര പറയിപ്പിച്ചിട്ടും കാര്യമില്ല. ഞാൻ ഇത്രേ പറയുള്ളൂ. എനിക്ക് ഇത്രേ പറയുള്ളൂ. കോൺഗ്രസും വിമർശനം, സ്വയം വിമർശനം നടത്തേണ്ടതാണ്. ഒരു മിനിറ്റ്, സ്വയം വിമർശനം നടത്തേണ്ടതാണ്. 178 വീടുകൾക്ക് കറണ്ടും വെള്ളം കൊടുക്കാൻ ഞങ്ങൾ വീട് നിർമ്മിച്ച് നൽകി. ഇന്ന് പോലും അതവിടെ വന്ന് റവന്യൂ മന്ത്രി എന്ന് പറഞ്ഞിട്ട് ന്യായം പറയുന്നുണ്ട്. അപ്പോൾ അതിന് മറുപടി പറഞ്ഞോളൂ. അങ്ങ് അവരുടെ ന്യായം പറഞ്ഞു. ഞാൻ ഇത്രേ പറയുള്ളൂ. ഒരു സർക്കാർ നിർമ്മിച്ച് നൽകുന്നതും ഒരു രാഷ്ട്രീയ പാർട്ടി നിർമ്മിച്ച് നൽകുന്നതും തമ്മിൽ ഉത്തരവാദിത്തത്തിൽ ഒരു താരതമ്യമില്ല. ഒന്നാമത്തെ കാര്യം സർക്കാരാണ് ചെയ്യേണ്ടത്. ഭരിക്കുന്ന സർക്കാരാണ് അവിടെ 774 കോടി നമ്മളെ കൂടെ കൊടുത്ത പൈസ, നമ്മൾ കൊടുത്ത പൈസ 774 അവിടെ കൊടുത്തിട്ട് കോൺഗ്രസ് ആയിട്ട് പിരിച്ചതാണ്. ആ പൈസ എന്റേതാണ് ഞാൻ പറയില്ല. മക്കറ്റ് പിരിവായിട്ട് ഞാൻ എന്റെ പൈസ പറയില്ല. താല്പര്യമുള്ളവർ കൊടുക്കുന്നു. കോൺഗ്രസ് പൊതുപണമാണല്ലോ പിരിച്ചത്. ആ പൊതുപണം പിരിച്ചാൽ ഏതെങ്കിലും ഒരു അക്കൗണ്ടിൽ കാണുമല്ലോ. എനിക്കോ സ്മൃതിക്കോ ഇന്ന് ഇവർ ഏത് അക്കൗണ്ടിലാണെന്നുള്ളതിന് ക്ലാരിറ്റി ഉണ്ടോ? എന്താ പറഞ്ഞത്? സ്മൃതിയുടെ അഭിമുഖത്തിൽ തന്നെയല്ലേ പറഞ്ഞത് അത് KPCC പ്രസിഡന്റിന്റെയും പ്രതിപക്ഷ നേതാവിന്റെയും ജോയിന്റ് അക്കൗണ്ടിലാണ്. കോൺഗ്രസ് പൈസ വാങ്ങി അവിടെ ആണിറങ്ങുന്ന അയൽവാസി പറയുന്നു. ആ സ്ഥലത്ത് അവിടെ റോഡ് നിർമ്മിക്കാൻ കുറച്ച് മെറ്റൽ കൊണ്ടിട്ടു. അതും കോൺഗ്രസിന്റെ മെറ്റൽ അല്ലെന്നാണ് മനസ്സിലാക്കുന്നത്. റോഡ് നിരപ്പാക്കി മൈതാനം പോലെ കിടക്കുന്നു. അതാണ് വാസ്തവം. എന്നോടല്ലേ ചോദ്യം. ഒന്നാമത്തെ കാര്യം, ഈ നുണ എന്ന പ്രയോഗം ആർക്കെതിരെ പറഞ്ഞാലും അത് ശരിയല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പറയട്ടെ, ഞാൻ വീട് നിർമ്മിച്ച് നൽകിയില്ലെങ്കിൽ അത് നമ്മുടെ മുന്നിൽ നടക്കുന്ന കാര്യമാണ്. കോൺഗ്രസ് ഇപ്പോൾ അതിൽ കൃത്യമായ മറുപടി നൽകുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അസത്യം പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതിയോ? അസത്യം എന്നൊന്നും ഞാൻ അതിൽ കാണില്ല. വീടിനെ കുറിച്ച് നിർമ്മിച്ചു എന്ന് പറഞ്ഞാൽ വീട് നിർമ്മിച്ചു എന്നൊന്നും പറഞ്ഞു ഞാൻ പ്രവർത്തനം തുടങ്ങി. നിർമ്മാണ പ്രവർത്തനം കല്ലിട്ടാൽ തന്നെ പ്രവർത്തനം തുടങ്ങലാണ്. അല്ലെ, ആ പ്രവർത്തനം തുടങ്ങി. അതിനടുത്ത സ്റ്റെപ്പ് തുടങ്ങുന്നത് നോക്കൂ. നിങ്ങൾ ഇങ്ങനെ ചിരിക്കുമ്പോൾ ആദ്യം ആ കറന്റും വെള്ളം കൊടുത്തിട്ടാണ് ആൾക്കാർ